നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വളാഞ്ചേരി മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് ആബിദ മൻസൂർ അധ്യക്ഷയായി. ഡോക്ടർ ഫർഹാന നൌഷാദ് ക്ലാസ് എടുത്തു. ഖൈറുന്നിസ തൊട്ടേക്കര, ടി കെ ആബിദ് അലി, മുഹമ്മദ് നീറ്റുകാട്ടിൽ, കെ മുസ്തഫ മാസ്റ്റർ, കെ ഫാത്തിമക്കുട്ടി, സി എം റിയാസ് എന്നിവർ പ്രസംഗിച്ചു. ടി വി ഷാജിദ, എൻ നൂർജഹാൻ, റൂബി ഖാലിദ്, തസ്ലീമ നദീർ, ഹസീന ബട്ടോളി, ഹഫ്സത്ത് വാലാസി, മൈമൂന കെ പി, നസീറ കെ പി, അസ്കർ, അലവി കെ പി എന്നിവർ നേതൃത്വം നൽകി. ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂരോ മുത്തച്ഛയോ ഇളച്ചിയോ അമ്മായിയോ അങ്ങനെയൊക്കെ കുറെ വേഷങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നടിമാരും നടന്മാരും ഒക്കെയാണ്. നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ഈ നാടകത്തിന്റെ അവാർഡ് പ്രഖ്യാപനം നടക്കുന്ന ഒരു ദിവസം വരും. അവാർഡ് പ്രഖ്യാപിക്കുമ്പോ എന്റെ നാടകത്തിലെ മികച്ച നടിയാകാൻ ഞാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മികച്ച മകൾക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് എനിക്ക് കിട്ടണമെങ്കിൽ മികച്ച പെങ്ങളും മികച്ച ഭാര്യയും മികച്ച ഉമ്മയും മികച്ച മരുമകളും ഞാൻ തന്നെ ആവേണമേ എന്ന പ്രാർത്ഥനയും പ്രയത്നവുമാണ് പ്രിയപ്പെട്ടവരെ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിച്ച് പണിയെടുക്കുന്ന ആളുകളാണ്. ഉച്ചത്തിൽ ഒരല്പം മയങ്ങുന്ന സമയത്താണ് നിങ്ങളെ വനിതാ ലീഗിന്റെ വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ആ വിളിയെ നിങ്ങൾ വലിയ സൗമനസ്യത്തോടെ സ്വീകരിക്കുകയും ഈ നട്ടുച്ച നേരത്ത് പോലും ഈ ചൂടത്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അഭിവാദനങ്ങളോട് നിങ്ങൾ അറിയിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഏത് മേഖലയും എടുത്തു നോക്കിയാലും എണ്ണം കൊണ്ട് കൂടുതൽ സ്ത്രീകളാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലേക്ക് പോയി നോക്കിയാൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ അവിടെ ഇപ്പോൾ പഠിക്കാൻ വരുന്നത് പെൺകുട്ടികളാണ്.